ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലഡു എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വീടുകളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ലഡു റെസിപ്പി. അപ്പോൾ എല്ലാ ആളുകളും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ലഡു തയ്യാറാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഡു തയ്യാറാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു പഞ്ചസാര ലായനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര ലായനി തയ്യാറാക്കിയെടുക്കാൻ ഞാനതൊരു പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളവും ഒരു 1/2 കിലോ പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നന്നാക്കി ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വറ്റിക്കരുത്, നമുക്ക് കയ്യിൽ ഒട്ടുന്ന രീതിയിൽ പഞ്ചസാര ലായനി ഒന്ന് തയ്യാറായി കിട്ടണം. അതിലേക്ക് ഒരു 2 പീസ് ഏലക്കായും ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കടലപ്പൊടി കൊണ്ടുള്ളൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. കടലപ്പൊടിയാണ് നമ്മുടെ ലഡു തയ്യാറാക്കാൻ വേണ്ടത്, വേറെ ഒരു മാവും ആവശ്യം ഇതിനില്ല. അപ്പോൾ ഒരു 1/2 കിലോ കടലപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1/2 കിലോ കടലയിലേക്ക് ഒരു കുറച്ച് ഫുഡ് കളറും ഒരു 1/2 ടീസ്പൂൺ സോഡയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പാകത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് മാവ് പാകത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയാണ് ഞാനിതിന് ഉപയോഗിച്ചത്. അതായത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇളം ചൂട് മതി. ആ ചൂടിലേക്ക് ഞാൻ സ്റ്റൈനറിലിട്ടിട്ട് കൂന്തി കൈകൊണ്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബൗളുകളായിട്ട് ഇതിലേക്ക് വെക്കും. അത് ഫ്രൈ ആയിട്ട് വരും. നമുക്കറിയാം കടലപ്പൊടി എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൈനറിൻ്റെ വലിപ്പം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൂന്തിയും വലുതായിട്ട് കിട്ടിയത്. കുറച്ച് ചെറിയ ഓട്ടയുള്ളതാകുമ്പോൾ ചെറിയ ചെറിയ കൂന്തികളാണ് നമുക്ക് ലഡുവിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് വലിയ കൂന്തിയാകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ലഡു ഒന്ന് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് ഞാൻ എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ കൂന്തി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കൂന്തി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനിയും തയ്യാറായി കഴിഞ്ഞു. പഞ്ചസാര ലായനിയിൽ ഏലക്കായും ചേർത്തിട്ട് ഞാൻ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ച കൂന്തി ഇത് ചേർത്ത് കൊടുക്കാം. ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി അതുകൂടി ചേർത്തിട്ട് നന്നാക്കി ഇളക്കി കുറച്ച് നേരം ഈ പഞ്ചസാര ലായനിയിൽ വെക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുടിക്കും. നമ്മുടെ ഇത് ഡ്രൈ ആണല്ലോ കൂന്തി, അപ്പോൾ അത് ഈ പഞ്ചസാര ലായനിട്ടൊന്ന് നന്നായിട്ടൊന്ന് പുതിർന്ന് വരും. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് വരും. ഇതിലേക്ക് കുറച്ച് ചുവന്ന കൂന്തി കൂടി ഞാൻ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ലായനി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്ന കളറിൽ കുറച്ച് കൂന്തി കൂടി ചേർത്തതാണ്. അപ്പോൾ നമുക്ക് 2 കളറിലുള്ള ചുവപ്പും മഞ്ഞയും കളറിലുള്ളൊരു ലഡുവാണ് തയ്യാറായി കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് നേരം ഒന്ന് ഇളം ആറിയതിന് ശേഷം നമുക്കിത് ബൗളുകളാക്കി മാറ്റി വെക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. ഇത്രയാണ് ലഡുവിൻ്റെ പണി. വളരെ എളുപ്പമാണ്, ഏതൊരാൾക്കും ഈ ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ആളുകളും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി കൈകൊണ്ട് ഇതേപോലെ ഓരോരോ ബൗളുകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ലഡു തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂന്തി നന്നായിട്ട് കാണുന്നുണ്ട്. കാരണം അത് ഞാൻ ഉപയോഗിച്ച സ്റ്റൈനറിൽ അത് ഓട്ട വലുപ്പമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ചെറിയ ഓട്ട ഉള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ ചെയ്ത് കാണുക. ചെറിയ കൂന്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഡു റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ലഡു നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.